എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റയൽ മാഡ്രിഡ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഈ ഒരു റയൽ മാഡ്രിഡിന്റെ തന്നെ ലെജൻഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കരിയറിൽ ഇന്നലത്തെ ഒരു പോർച്ചുഗലിന്റെ മാച്ചോട് കൂടി ആ ഒരു ഗോളും പാടം നേടി തന്റെ കരിയറിൽ 900 ഗോളുകൾ എന്ന ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു ഗോളുകളൊക്കെ അടിച്ചിട്ടുള്ളത് 1236 ഗെയിംസിൽ നിന്നാണ് ഇത്രയധികം ഗോളുകൾ നേടിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു റൊണാൾഡോ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ക്ലബ്ബ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഏത് ക്ലബ്ബിൽ വെച്ച് കണ്ടാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത്, റൊണാൾഡോ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള സീസൺ ഏതാണെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് റയൽ മാഡ്രിഡിന് വേണ്ടിയാണ്. 450 ഗോളുകളാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഈ ഒരു റൊണാൾഡോ അടിച്ചിട്ടുള്ളത്. യുണൈറ്റഡിന് വേണ്ടി 145 ഗോളുകളും സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജുവന്റസിന് വേണ്ടി 101 ഗോളുകൾ, അതുപോലെ തന്നെ പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടി 131ാമത്തെ ഗോളായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗോള്, ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു ഫുട്ബോളിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള താരം എന്ന് പറയുന്നത് ഇപ്പോൾ റൊണാൾഡോ ആണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അൽ നസറിന് വേണ്ടി 68 ഗോളുകൾ കൂടി ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളത് എടുത്ത് പറയുന്ന സംഭവമാണ്. അതുപോലെ തന്നെ റൊണാൾഡോ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള സീസൺ എന്ന് പറയുന്നത് 2011-12 സീസണിലാണ് റൊണാൾഡോ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത്. 69 ഗോളുകളാണ് ആ സീസണിൽ മാത്രം റൊണാൾഡോ ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റയൽ മാഡ്രിഡിനെ കുറിച്ച് നോക്കാം. റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിന്റെ തുടക്കം തന്നെ പാളിപ്പോണ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൂടാതെ അവർക്ക് തുടക്കത്തിൽ തന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു മാസീവ് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഇപ്പോഴും ആ ഒരു റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡിൽ അല്ലെങ്കിൽ ആ ടീമിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടാണ് എത്രത്തോളം അലബി, എഡർമിലിറ്റാവും, കോർട്ടോയിസ് ഒന്നും ഇല്ലാതെ ആ ഒരു സീസൺ എങ്ങനെയോ ഈ ഒരു ആൻസലോട്ടി മാനേജ് ചെയ്ത് കണ്ട് UCL ലാലിഗയൊക്കെ നേടാൻ ഈ ഒരു റയലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ ആ ഒരു നിലക്ക് അതുപോലെ തന്നെയാണ് ഈ ഒരു സീസണും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് കമവിംഗക്ക് ഈ ഒരു സീസണിൽ ഇതുവരെയായിട്ടും ഇപ്പോൾ ഈ ക്ലബിൽ ഈ ഒരു ലീഗിൽ പന്തട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 2 മാസത്തെ റെസ്റ്റാണ് കമവിംഗക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഡേവിഡ് അലബക്ക് കഴിഞ്ഞ സീസണിലെ പരിക്ക് പറ്റിയാണ്. കഴിഞ്ഞ സീസണിലത്തെ പരിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം ഒക്ടോബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റിനൊക്കെ ഈ ഒരു അലബ കളത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. പിന്നെ ഉള്ളത് ജൂഡ് ബെല്ലിംഗാമാണ്. ജൂഡ് ബെല്ലിംഗാമിനും ഏകദേശം 4 വീക്സ് ആണ് ഈ ഒരു ഇഞ്ചറി റിക്കവറിങ് ടൈം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 3 പേരുകളാണ്. പിന്നെ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കോട് കൂടി ഈ ബ്രസീലിലേക്ക് പോയിട്ടുണ്ടായിരുന്ന എഡർ മിലിറ്റാവോക്കും ഇപ്പോൾ പരിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറിയൻ ച്വാമിനിക്കും ഈ ഒരു ഇന്റർനാഷണൽ ക്യാമ്പിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഫെർലാൻ മെൻഡി, അതുപോലെ തന്നെ ഡാനി സബായസ് നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ ആ ഒരു റിയൽ ബെറ്റീസിനോട് ലാസ്റ്റ് വരെ കളിച്ച് ഈ ഒരു സബ് നടത്തുന്നതിന് മുന്നേ വരെ കളിച്ചത് ഒരു ഇഞ്ചുറി കൊണ്ടായിരുന്നു. ആ ഒരു ഇഞ്ചുറി ഇപ്പോൾ ഏകദേശം 2-3 മാസത്തേക്കുള്ള വകുപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ജോൺ മാർട്ടിനസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റയൽ മാഡ്രിഡ് ഒരു സെൻട്രൽ ബാക്കിനെ പുതിയതായിട്ട് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ് ആശ്വസിച്ചിട്ടുണ്ടായിരുന്ന ജോൺ മാർട്ടിനസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന് നമുക്കറിയാം ലിഗമെന്റ് ഇഞ്ചുറിയാണ്. അപ്പോൾ അങ്ങനെയും ഇത്രയും ഒരു ഇഞ്ചറി ക്രൈസിസ് നേരിടുന്ന ഒരു ക്ലബ്ബാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ്. ഇപ്പോൾ ഇതിലെടുത്ത് പറയുന്ന സംഭവം എന്ന് പറയുകയാണെങ്കിൽ എഡർ മിലിറ്റാവോ, ഡേവിഡ് അലബ, അതുപോലെ തന്നെ ഓർലിൻ ച്വാമിനി, ഈ 3 പേർക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു 3 പേർക്കും സെൻട്രൽ ബാക്ക് റോളിൽ കളിക്കാൻ കഴിയുന്ന പ്ലേയേഴ്സ് ആണ്. ഈ ഒരു അലബിയും മിലിറ്റാവൊക്കെ ആസ് യൂഷ്വൽ സെൻട്രൽ ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ച്വാമിനിക്ക് അവർ ഇഞ്ചറി ഒക്കെ ആയ ടൈമിൽ കഴിഞ്ഞ സീസണിൽ അലബിയും മിലിറ്റാവോ ഇല്ലാത്തപ്പം ഈ ഒരു ച്വാമിനി കുറെ പ്രാവശ്യം ഒരു സെൻട്രൽ ബാക്കിൽ റോളിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു വരാൻ പോകുന്ന റയൽ സോസിയാഡിനെതിരെ ആര് ഈ ഒരു സെൻട്രൽ ബാക്ക് റോളിൽ കളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു സംശയം. കാരണം ആകെ ആ ടീമിൽ ഇപ്പോൾ സെൻട്രൽ ബാക്ക് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഈ ഒരു റൂഡിഗർ മാത്രമാണ്. ബാക്കിയുള്ളത് ഈ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കമവിംഗ അല്ല, അതുപോലെ തന്നെ ചുവമനിനെയാണ് സെൻട്രൽ ബാക്കിലേക്ക് ഇറക്കല്. ഇനിയിപ്പോൾ ഈ ഒരു കാർലോ ആൻസലോട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ മെൻഡി, റൂഡിഗർ എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വരും. മെൻഡിന്റെ പരിക്ക് അത്ര ഗുരുതരമല്ല. ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞോട് കൂടി
അടുത്ത മത്സരം കളിക്കാൻ കഴിയും എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. അതിപ്പോൾ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സെൻട്രൽ ബാക്കിന്റെ കാര്യത്തിൽ ഈ ഒരു സമ്മറിൽ റയൽ മാഡ്രിഡ് ഒരു സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്യാത്തത് കുറച്ച് അബദ്ധമായി പോയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അത്രയും ഇഞ്ചുറീസ് ആണ് ഈ ഒരു സീസണിലും റയൽ മാഡ്രിഡ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഇഞ്ചുറി വിഷയങ്ങളിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നൽകുക. ഓക്കെ.